അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പം അമ്മയാണ് ഉമ്മൻ്റെ മകമൊക്കെ കാണിച്ചാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഉമ്മ നടാൻ പോവാണ്. അസ്സലാമലൈക്കും. കുറേ കാലമായി നിങ്ങളെ കണ്ടിട്ട്, നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തക്കാളി തൈ നടാന്ന് വിചാരിച്ച്. കണ്ടില്ല ഗൈസ്, അതാ തക്കാളി തൈ. വേണ്ട, ഞാൻ കുറച്ചവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കുറേ മുളകുമരവും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ ഇതിൽ നറക്കണത് നോക്കി നിങ്ങൾ. ലേശം മണ്ണ്, നമ്മൾ മണ്ണ് ഒരു ചാക്കിലെടുത്ത് വെച്ചു. ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ നമ്മളെ പഴയ മഹബിൻ്റെ ഒക്കെ അല്ലല്ലേ? അല്ല, പിന്നെ മറന്നല്ല പേര് വരെ, മെഹബിൻ്റെ ഒക്കെ മറന്നുപോയി. അത്രയും കാലമായി മക്കളെ ഇട്ടിട്ട്. ആണ്, ഞാൻ ചെറുതായിട്ട് എന്താ മറന്നുപോയത്. എന്തോ ഒരു കുറച്ച് മണ്ണി അതിക്കിട്ടിട്ടാ. നിങ്ങളൊന്നും നമ്മളെ വീഡിയോ കാണില്ല, അതുകൊണ്ട് നമ്മൾ ഇടാത്ത കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് ഉപകാരം ഇട്ടൊക്കെ വെച്ചിട്ട് ഞാനിവിടെ ചപ്പ് ചവറുകളൊക്കെ നമ്മൾ വെട്ടിട്ടൊക്കെ പുല്ലുകളില്ലേ, അത് ഞാൻ ഇതിലേക്ക് അങ്ങനെ നിറച്ച് വെച്ചു. നമുക്ക് കുറേ മണ്ണിൻ്റെ ആവശ്യമില്ല. മണ്ണൊരു ചാക്കിൽ ഇതാ ഇവിടെ ഉണ്ട്, ഇതുണ്ടോ. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് മതി. ഇതെന്തില്ലേ എന്താ ഉണ്ട്. എല്ലാം കുത്തി അമർത്തി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇലകളൊക്കെ കരിയില ഇതൊക്കെ ഇവിടെ അടിച്ചു വരുമ്പോൾ ഇവിടെ കൂട്ടി വെച്ചത് ഒരു ചാക്കിലിട്ട് വെച്ചതേ, അത് ഇതിലേക്ക് അങ്ങ് കുത്തി അമർത്തി അവിടെ വെക്കുക. വെറുതെ ഇരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജോലിക്കൊന്നും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ചെയ്തു. ഞാനിപ്പോൾ എവിടെയും പോകണില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോ പണിയെടുത്താൽ നേരം പോയി കിട്ടുകയും ചെയ്യും. ഇതിലിപ്പോൾ എന്തൊക്കെ ഉണ്ട് കാര്യങ്ങൾ? കരിയിലുണ്ട്, ഇതുണ്ടോ കപ്പൻ്റെ തൊണ്ട്, ഇതൊക്കെ ഞാനിതിൽ കൊടുന്നിട്ടാണ്. തുണിക്കഷ്ണം ഉണ്ട്, ഇതൊന്നും വേണ്ടട്ടാ. ഇത് കപ്പളങ്ങൻ്റെ തണ്ട, ഇതുണ്ടോ കപ്പളങ്ങൻ്റെ തൊണ്ട്, കപ്പളങ്ങൻ്റെ തണ്ട്, തൊണ്ടല്ല. കപ്പളങ്ങൻ്റെ തൊലിയും പറ്റും. എന്ത് പച്ചക്കറി നമ്മൾ ചെത്തിയിട്ടാലും അത് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തി അമർത്തുക. കണ്ടോ, അമരണം നല്ലോണം ചാക്കിൽ. നമ്മൾ കുറച്ച് മണ്ണിടുക, അതങ്ങനെ കോരി. എന്ത് സുഖമുണ്ട് ഇങ്ങനെ എടുത്തിടാൻ, അങ്ങനെ കൊടുന്നുവെച്ചാൽ. ഇതെന്തിനാണെന്നറിയാം, ഈ ഇലകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. വേണ്ട, അങ്ങനെ കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ട് ഞാൻ ഈ ചാക്കിൽ ഇങ്ങനെ കൊടുന്ന് വെക്കല. പഴത്തിൻ്റെ തൊലി, പിന്നെന്താണ്, എന്ത് പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാൽ അതൊക്കെ ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ഇതന്ന് സവോള, പിന്നെന്താ വെള്ളരിൻ്റെ തൊണ്ട്, ഇതൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെ ഇതിക്കിടട്ടെ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിക്കോളും. അപ്പം ഇതൊന്നും വേണ്ട. ആരാണീ പോകുന്നേ? കുറച്ചും കൂടി കരിയില ഇട്ട് വെക്കണം. ഇതെന്താ നിങ്ങൾക്കറിയാം? കപ്പളങ്ങൻ്റെ ഇല. കത്തിയൊക്കെ ഇതിൽ പെട്ടണേ, കത്തിയൊന്നും ഇതിലിടണ്ട. കപ്പളങ്ങൻ്റെ ഇലയാണ്. ഇത് നല്ല ഒരു സാധനമാണ്. ഇത് നമുക്ക് കീടനാശിനിക്കൊക്കെ പറ്റും. നമ്മൾ പച്ചക്കറി ഇവിടെ നമ്മൾ എടുത്ത് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തിരിച്ച്, ഞാനൊരു പഴയ ചാക്കാട്ടെടുത്ത്, സിമെന്റിന്റെ ചാക്കാണ്, പെരപ്പണിക്ക് കൊണ്ടുവന്ന ബാക്കിയില്ലേ. അതിനൊക്കെ ഇവിടെ ഓരോ പിന്നെ കമ്പി ചൂടാക്കിയിട്ട് ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുന്നതാണ്. ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ ഓളിട്ട് കൊടുത്തത്.
എന്നാലേ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് പോകുള്ളൂ. അത്യാവശ്യത്തിനൊക്കെ അതിൽ പിടിച്ചാൽ ബാക്കിയുള്ളൊക്കെ ഇനി നമ്മൾ കുറച്ചുകൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കടലാസൊക്കെ അതിലൊന്നും നമ്മൾ തക്കാളിയാണ് ഇങ്ങനെ നടുന്നത്. ഇതുണ്ടെങ്കിൽ ഒരു തുള്ളി വെയിറ്റില്ല, എവിടെ വേണമെങ്കിലും ഇവിടെ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണ്ട അധികം വെച്ചൊന്നുമല്ല കേട്ടോ. ഈ ലേശം മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. തൈ അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. തൈ നമുക്ക് ഇതിൽ വെക്കണ്ടേ. കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് പാകാവായിട്ട് കൈ കൊണ്ട് കാരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കൈ കൊണ്ട് ഇത് ഉണങ്ങിയ മണ്ണ, അങ്ങനെ നനവൊന്നുമില്ല. നമുക്ക് ഈ തൈ വെക്കാനുള്ളേ തയ്യൊന്ന് ഞാൻ ഈ കുറച്ച് കഞ്ഞിവെള്ളം ഒരു അളക്കിലുണ്ടായിരുന്നു, അതിലൊന്ന് മുക്കുണ്ടേ. എന്നുണ്ട ഇതിവിടെ നിൽക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലോണം ഉണ്ടായി വരട്ടെ തക്കാളിയൊക്കെ. ഇതൊന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിടുകയാണ്. ഇങ്ങനെ അമർത്തി കൊടുക്കുക. നമുക്ക് കുറച്ച് ചാണകപ്പൊടിയാണ് ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പെട്ടെന്നാണ് വളർന്നോളും. ഒരു 2 പുതിയാണ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എന്നോ കൊടുന്ന് വെച്ചിട്ട് പൊടി ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി മണ്ണ് ഒന്ന് കലർന്നോട്ടെ. എൻ്റെ കയ്യിൽ വാരിയിട്ട് കിട്ടായിട്ടാട്ടോ, കുറച്ച് മണ്ണേ ഉള്ളൂ. നമുക്കിത് ഒന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ട്, ഒരു തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കരിയിലും കൂടി. വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണ് ഒഴുകി പോണ്ട, അതിന് വേണ്ടിയിട്ട്. കപ്പൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. വിശ്വാസത്തിന് വരുന്നില്ല, ഞാൻ കാട്ടിത്തരാം. ഇതെന്താ കപ്പൻ്റെ ആണല്ലോ, ചകിരിൻ്റെതും എല്ലാം ഉണ്ട്. കുറച്ച് പേപ്പറൊക്കെ ഉണ്ടല്ലോ. പേപ്പറൊക്കെ നല്ലതല്ലേ, കടലാസ് ചകിരിൻ്റെതൊക്കെ നല്ലതാണ്. അതിൽ ഞാൻ കുറേ എടുത്ത് വെച്ചിരുന്നു, അതൊക്കെ ഇതിൽ വെച്ച്. ഇനി കുറച്ച് ഗൈസ്, നമുക്ക് ലേശം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ഒരു കപ്പിൽ എടുക്കണം കേട്ടോ. നമുക്ക് തട്ടിയിൽ വെച്ചെടുക്കാം. ഇത്ര മതി. നമ്മളിത് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. നല്ല പച്ചവെള്ളം ഇതിനൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തണുക്കട്ടെ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചെറിയൊരു കപ്പാണ്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ എണ്ണീറ്റിട്ട് നമ്മൾ തണുപ്പത്തൊക്കെ വെക്കുക. ഒരു വേര് പിടിക്കണ വരെ വലിയ വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് ഇവിടെ തന്നെ. അധികം കനൊന്നുമില്ല കേട്ടോ, നല്ല കനല്ല, നല്ല സുഖം. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കൊണ്ട്. ഞാൻ കഞ്ഞിവെള്ളം പൊളിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുണ്ടോ ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചാട്ടോ. അത് പറഞ്ഞു വെള്ളം കുറേ പോയി ഇനി ഇതാ നമ്മളെ ഇതാ ഞാൻ നട്ടതൊക്കെ കാണിച്ചു തരാം. ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതണ്ടിയില്ലേ, ഇത് കനം താങ്ങാൻ വയ്യായിട്ട് ഇത് അങ്ങോട്ട് മറിഞ്ഞ് വീണാണ്. അലവേര ഇത് നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ കുഴിച്ചിട്ട്? ഇതുണ്ടോ
ഇതൊക്കെ പൊളിഞ്ഞ് അടിയിക്കണം. അതിനും അവിടെ ഒരു പേസ് ഒരു കമ്പൊക്കെ കുത്തി വെച്ചതേന് ഞാൻ, എന്നിട്ടും മറിഞ്ഞു. ഇവിടെ ഒരു കമ്പ് ഈ നിറച്ച് തൈ ഉണ്ട് കേട്ടോ, ഒരുപാട് തൈ ഉണ്ട് കണ്ടോ. തൈ ഉണ്ടായിന് ഇഷ്ടം പോലെ തൈ ഉണ്ട്. നോക്കി തൈ കണ്ടോ, ഇതല്ലോ നിറച്ച് തൈ ഉണ്ടായിരുന്നു. ഞാൻ ചകിരി അതിൻ്റെ അടിയിലിട്ട് ഇതുപോലെ ഞാൻ കുഴിച്ചിട്ടാട്ടോ, കുറച്ച് കരിയിലൊക്കെ ഇട്ട് മണ്ണൊക്കെ. ഇതിൽ പിന്നെ കുറച്ച് മണ്ണുണ്ട്. പിന്നെ അങ്ങനെ ഇതണ്ട ദീമ പൂവ് വിരിഞ്ഞ് നോക്കി, ഇതണ്ട ഒരു മാസമായിട്ടുള്ളൂ, ഇന്ന് വിരിഞ്ഞേ ഉള്ളൂ. ഇതണ്ട ചെറിയ പൂവ്. ഇതിലും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഇത് നടണ ഞാനൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഇത് പ്രത്യേക രീതിയിൽ ഒന്ന് നട്ടാൽ പെട്ടെന്ന് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ കുഴിച്ചിട്ടിട്ട്. ഇതുണ്ട് നല്ല ഇതുണ്ട്, ഇവിടെയൊക്കെ കുറേ കമ്പും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. നല്ല മുള്ളാട്ടോ ഇതൊക്കെ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ പറഞ്ഞ് ഇത് വെട്ടി കൊടുക്കണം എന്നാലാണ് വീണ്ടും ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പം ഇത് ഞാൻ പറഞ്ഞു ഈ പൂവ് ഉണ്ടായി പിന്നെ നമ്മൾ വാടി പോവല്ലോ, അപ്പോൾ വാടി പോയിട്ട് വേണം മുറിച്ചിടാൻ ഞാൻ ഉമ്മനോട് പറഞ്ഞതാണ്. ഞാനും നിൽക്കുന്നത് ഒരു തക്കാളി തൈ കുഴിച്ചിട്ട് ഇതുപോലെ കുഴിച്ചിട്ടാ. ഇതല്ല നമ്മളെ മുളക്. ഈ മുളക് കുഴിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുണ്ടായി, നിങ്ങൾ കണ്ടോ അറിയില്ല. ഉണ്ടോ എല്ലാം വളർന്ന് വരും. അവിടെ തക്കാളി തൈ അതുകൊണ്ടൊക്കെ വലുതായി വന്നു. ഇതണ്ടോ ഇതൊക്കെ കുറച്ച് ഉഷാറായി വരും. നിങ്ങൾക്ക് ക്ലിയർ നല്ല ഉണ്ടോയെന്ന് അറിയില്ല, അവിടെ നല്ല വെയിലാണ്. വെയിലായതുകൊണ്ട് കുറച്ച് മങ്ങിയാ നിൽക്കണേ. ഒരു കിഴങ്ങ് മുളച്ചത് കുഴിച്ചിട്ടാട്ടത്. ഇതുപോലെ ഞാൻ അടിയിൽ കരിയിലൊക്കെ ഇട്ടാണ് കുഴിച്ചിട്ട്. ഉരുളക്കിഴങ്ങ് നമ്മള് പിന്നെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കണേ. ഞാൻ കുറേ ഈ എന്താണ് ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മല്ലികയാണ് ഇവിടെ ഇങ്ങനെ ഈ മല്ലിച്ചപ്പ് നദിയിലെ കാട്ടിക്കൊടുക്ക് ഇതിലങ്ങനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാ വരിക്ക് കുറച്ചും കൂടി വലുതായിട്ട് സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ അലവേരൻ്റെ ഒരു ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ടാ, ഒരു ചട്ടി ഇവിടെ വെറുതെ കിടന്നപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇതുണ്ട ചെറുതായിരുന്നു കേട്ടോ, ഇതുണ്ട എല്ലാം ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ മരം കുഴിച്ചിട്ട് ഇത് വേറെ ഉണ്ടോ മല്ലിക? വേറെ ഉണ്ടോ? ഇതൊക്കെ അത് തന്നെയാണ്. ഇതൊക്കെ എല്ലായിടത്തും ഇവിടൊക്കെ ഇത് ഉള്ളി മുളച്ചത് ഞാൻ കുഴിച്ചിട്ടാട്ടോ. ഇതുണ്ടോ ഇതൊക്കെ ഇത് ഉള്ളിത്തണ്ടാണ്. ഇതാണ് മുത്തിള്, കൊടകിൻ്റെ ഇല. ഇതുണ്ടോ ഇത് നമുക്ക് തിന്നുണ്ടെങ്കിൽ പള്ളയിലുള്ള പുണ്ണ് മുറിക്ക് പറ്റും. പിന്നെന്താ എന്തിനൊക്കെ പറ്റും. ഇത് എനിക്ക് പറയാനറിയില്ല എന്നുള്ളൂ, അത്രയും കാര്യത്തിന്. ഇത് ഞാൻ കുട്ടികൾക്കൊക്കെ മുറിയാകണീന് മുറി പറ്റുമ്പം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചലുണ്ട്. അത് മാത്രമല്ല കേട്ടോ, വേറെ സാധനം ഇതൊക്കെ ഇതാ മല്ലികകളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 2 3 4 ഇതൊക്കെ ഇവിടെ പിന്നെ അവിടെയൊക്കെ നമ്മൾ കാടൊക്കെ വെട്ടിയിട്ട് അതുണ്ടോ, അത്യാവശ്യം കാടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കയറി വെട്ടാൻ കഴിയൂല, ഒരു 2 ആള് പൊക്കണ്ട്. ഇവിടെ വീണ്ടും കാടുണ്ടായിട്ടോ, അവിടെ നല്ല കാടൊക്കെ പോയതായിരുന്നു. പിന്നെ തണുപ്പൊക്കെ ആയിട്ട് ഇതൊക്കെ അവിടുന്ന് വെട്ടിക്കൊടുന്നിട്ട് ഞാൻ അമ്മനെ കാട്ടിത്തരാം. അവിടൊക്കെ കാടൊക്കെ വെട്ടിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ പോവാണ്. ഇവിടെ കുറേ ആരോ ചോദിച്ചിരുന്നു, എത്രയോ ആള് ചോദിച്ചിരുന്നു ഇവിടെ നിങ്ങൾ കാടൊന്നും വെട്ടലില്ലേന്ന്. ഇവിടെ അമ്മക്കൊന്നും വെട്ടാൻ കഴിയൂല. 2 ആളെ പൊക്കണ്ട്. അപ്പൊ മോനെ കേറിയിട്ട് വെട്ടി തന്നാണ്. 2 ആളായില്ലുണ്ട്, നല്ല പൊക്ക. ഒരു തിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ റബ്ബറായിരുന്നു ഇവിടെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടിച്ച് മാന്തി ഇട്ട ഒരു സ്ഥലം നമ്മൾ ഇട്ടതേ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. ഇതാ നമ്മളെ മാവ് വളർന്ന് വരുന്നുണ്ട്. പിന്നെ അതായത് നല്ല ചെറുതായിരുന്നു, ഇതൊക്കെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലാട്ടോ ഗൈസ്. ഉടനെ നിങ്ങളൊക്കെ മറന്നു പോകാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പിന്നെ കുറേ സുഖമില്ലാതെയൊക്കെ ഇരുന്നു, പിന്നെ അതിമക്കാണ്ട് നോക്കിയില്ല.
അപ്പം അങ്ങനെയാണ് നമ്മളെ വീഡിയോ നിന്നുപോയത്. പേര് വരെ ഞാൻ മറന്നുപോയി, അത്രയും കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം 2 പേരുണ്ടായിരുന്നു. അപ്പം അതിൽ ഏതാ നമ്മൾ ചെയ്യണതെന്ന് അറിയില്ല, അത്രയും മറന്നുപോയി. ആദ്യം മെഹബീൻസ് കിച്ചൺ ആയിരുന്നു, പിന്നെ പിന്നെ മഹബീൻ ടക്കാക്കിയതാ. ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇങ്ങനെ വരും നമ്മളത്. നമുക്ക് എന്നും ഇടാൻ സുഖമില്ലാത്തയും വേറെയും കുറേ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ, അതിലൊക്കെ മറന്നു പോയോന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.